ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിഡ്നി നെസ്റ്റ്. ഇന്നിപ്പോൾ വെതറൊക്കെ നല്ലതാണ്, എന്നിരുന്നാലും നമ്മളിന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇന്ന് നമുക്കൊരു ഗെറ്റ് ടുഗെദർ വ്ളോഗ് ആയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു 2 ഫാമിലീസ് ആയിട്ട് ചെറുതായിട്ട് ഇന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് ഒരു പോട്ട്ലക്ക് പോലെ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ കുക്ക് ചെയ്തിട്ട് ഫാമിലീസ് നമ്മൾ ഡിന്നർ ആയാലോ എന്നാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗെറ്റ് ടുഗെദർ വ്ളോഗ് പ്ലസ് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ മെയിനായിട്ട് ചപ്പാത്തി ആൻഡ് രാജ്മ ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. രാജ്മ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡാണല്ലോ. ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് പോലെ അല്ല കുക്ക് ചെയ്യുക. തേങ്ങ ഉണ്ടാവില്ല നോർത്ത് ഇന്ത്യൻ ഫുഡിൽ ഓഫ് കോഴ്സ്. അപ്പോൾ ഇതേപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വെൽക്കം ടു കിച്ചൺ അഗെയിൻ. ഇതിപ്പോൾ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ചാൽ 1 കപ്പ് രാജ്മയ്ക്ക് 4 കപ്പ് വെള്ളത്തിൽ കുറച്ച് സോൾട്ട്, ഒരു ബേ ലീഫ്, ഒരു കാർഡമം ഇട്ടിട്ട് ഞാനിതാ വേവിക്കാൻ പോവാണ്. ഇത് 12 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള രാജ്മയാണ് കേട്ടോ. തലേ ദിവസം ഇട്ടു വെള്ളത്തിൽ, ഇന്നിപ്പോൾ എടുത്തിട്ട് നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റും. ഒരു 6 വിസിൽ, മാക്സിമം ഒരു 6 വിസിൽ മതി മീഡിയം ഫ്ലെയിമിൽ. നമുക്കിനി രാജ്മ കുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് മെല്ലെ നോക്കാം. നമുക്കപ്പോൾ ഇനി എന്തൊക്കെയാണ് സ്പൈസസും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും വേണ്ടത് എന്നുള്ളത് നമുക്ക് മെല്ലെ നോക്കാം. രാജ്മ ഒരു 5-6 വിസിൽസ് വന്നിട്ടുണ്ട്. സോ അത് ഞങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി രാജ്മ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര, ഒരു ബിഗ് ഓണിയൻ ഇങ്ങനെ ചോപ്പ് ചെയ്തത്, ഇത് വന്നിട്ട് 2 കപ്പ് ടൊമാറ്റോ പൾപ്പാണ്. അതായത് ഒരു 3 ബിഗ് ടൊമാറ്റോസ്, അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള 3 ടൊമാറ്റോസ് ഇങ്ങനെ നമ്മൾ വെള്ളം ഇല്ലാതെ മിക്സിയിൽ പൾപ്പാക്കി എടുത്തതാണിത്. പിന്നെ നമുക്ക് വേണ്ടിയ സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജീരകത്തിൻ്റെ പൗഡർ, സാധാരണ ജീരകമാണ്, അല്ലാതെ പെരിഞ്ജീരകമല്ല. കുമിൻ പൗഡർ, മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, സോൾട്ട്, ഗരം മസാല, ചില്ലി പൗഡർ, മുളക് പൊടി, കൊറിയാൻഡർ പൗഡർ. ഇത്രയും സ്പൈസസ് ആണ് നമുക്ക് ഇതിന് വേണ്ടിയത്. ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണ് ജീരകം, 3 ക്ലോവ്സ്, ദെൻ 1 പീസ് ഓഫ് സിന്നമൺ. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഇടാൻ പോണത് എന്ന് വെച്ചാൽ ജീരകം, സിന്നമൺ ആൻഡ് ക്ലോവ്സ് ആണ് ഇടാം. ഇതിലിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓഫ് ഗീ നമ്മളിന്ന് ചൂടാക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇടാം. ജീരകം ആയതുകൊണ്ട് തെറിക്കും, അത് കാരണം കെയർഫുള്ളായിരിക്കുക. നമുക്കിനി ഇതിലേക്ക് ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ബിഗ് ഓണിയൻ ആഡ് ചെയ്യാം. ഇതൊന്ന് ബ്രൗൺ കളർ ആവണത് വരെ നന്നായിട്ടൊന്ന് നമുക്കിത് സോട്ട് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ഓണിയനൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ പൾപ്പ് ആഡ് ചെയ്യാനുള്ള ടൈമായി. ഈ ടൊമാറ്റോ പൾപ്പ് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ മിക്സിയിലിട്ട് നമ്മൾ പൾപ്പാക്കിയത്, മറക്കല്ലേ. ഇനി നന്നായിട്ട് നമ്മളിത് സിം ചെയ്ത് വെക്കണം. ഇനി അത്യാവശ്യം നന്നായിട്ട് സിം ചെയ്ത് വെച്ചിട്ട് നമുക്കത് 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണതാണ്. ഓണിയൻ്റെ കൂടിയും വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ചൊന്ന് ഓയിലിൽ സോട്ട് ചെയ്യാം. ഈ ഒരു പാത്രത്തിൽ ഓണിയൻ്റെ കൂടെ ഞാൻ ഇട്ട് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് അടിപ്പിടിക്കും, അതൊട്ട് ഫ്രൈ ചെയ്ത് വരുമില്ല. അത് കാരണമാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓണിയൻ്റെ കൂടെ ഇടാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സോട്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തപ്പോഴും ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തതാണ്. 10 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, അടി പിടിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഈ ഒരു 5 മിനിറ്റും കൂടി നമുക്കിതിങ്ങനെ അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക്
ടൊമാറ്റോ നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷമാണ്, ഓയിലൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുക. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു നന്നായിട്ടൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ്സ് ആയിട്ടോ, അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള സ്പൈസസ് ഒക്കെ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് 1/2 ടീസ്പൂൺ സോൾട്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ബട്ട് നോ പ്രോബ്ലം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാജ്മ കുക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു 1 ടീസ്പൂൺ ഓഫ് സോൾട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് മതി. ഇനി നമുക്ക് ഈ സ്പൈസസ് എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവുന്നത് വരെ നന്നായിട്ടൊന്നിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ അബ്സോർബ് ആവാനുണ്ട്. നമ്മളിട്ട സ്പൈസസ് ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് ആ ഒരു മണം തന്നെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള രാജ്മ ഇടാനുള്ള ടൈം ആയിരിക്കുകയാണ്. നമുക്കിനി മെല്ലെ രാജ്മ ആഡ് ചെയ്യാം. രാജ്മ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഏറ്റവും നല്ല ചെറുതായിട്ട് സിമ്മിൽ തന്നെ ചെറിയ ഫ്ലെയിമിൽ നമ്മളത് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. മോർ ദാൻ 15 മിനിറ്റ് നമ്മളിത് രാജ്മ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് മെല്ലെ തുറന്ന് നോക്കാം എന്തായിരുന്നു. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. അധികം ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞു വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള രാജ്മയിൽ ആംചൂർ പൗഡറും അതായത് ഡ്രൈ മാംഗോ പൗഡർ പിന്നെ കസൂരി മേത്തി ഇതെല്ലാം ആഡ് ചെയ്യും നോർത്ത് ഇന്ത്യൻസ്. ഞാൻ എന്തായാലും അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും. ഇതിപ്പോൾ എന്തായാലും നമുക്ക് കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്തിട്ട് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് മെല്ലെ ചപ്പാത്തി ഓരോന്നായിട്ട് ചുടാൻ തുടങ്ങാം. നമ്മളങ്ങനെ ഇതാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് രജനിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രജനിയുടെ വീട്ടിലാണ് കേട്ടോ ഒന്ന് ഗെറ്റ് ടുഗദർ. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ യൂഷ്വലി 8:30 ഒക്കെ ആവും ഇരുട്ടാവാൻ. വിൻ്റർ തുടങ്ങാറായി. 7 o'clock തന്നെ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി രജനിയുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്നായിരുന്നു ഉണ്ടാക്കിയത്. നമുക്കിനി രജനിയുടെ വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളത് അങ്ങനെ രജനിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. സോ പുറത്തേക്കൊന്നും പോവാതെ ഇരുന്നത് നന്നായി. നമുക്കിനി ഒന്ന് ഡോർ നോക്ക് ചെയ്ത് നോക്കാം. ആരാ വന്ന് തുറക്കാന്ന് അറിയില്ലല്ലോ. ആരായിരിക്കും വന്ന് തുറക്കുക? ഹായ് കിത്തു. അപ്പൊ നമുക്കിനി മെല്ലാകത്തേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് നോക്കാം. ഫൈനലി നമ്മൾ അങ്ങനെ രജനിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാരാന്നറിയോ? ഇത് നമ്മളെ ഞാൻ വന്ന് ഡോറ് നോക്ക് ചെയ്തപ്പോ ഹലോ പറഞ്ഞേ. ഡോറ് നോക്ക് ചെയ്തപ്പോ ഓപ്പൺ ചെയ്ത് തന്ന കിട്ടുക്കുട്ടനാണ്. ഇവൻ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. പകുതിക്ക് വെച്ച് എണീറ്റ് വന്നതാട്ടോ. അപ്പൊ നമുക്കിനി എന്തൊക്കെയാ ഫുഡ് എന്ന് നോക്കാല്ലേ. ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാട്ടോ സത്യമായിട്ട്. ഫ്രൈഡ് റൈസ് ഉണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് ആരാണ്? നമ്മുടെ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഒന്ന് ഹായ് പറയൂ. ഹായ്. കേട്ടല്ലോ, ആരും ക്യാമറയുടെ ഫ്രണ്ടിൽ വരില്ല കേട്ടോ, വാശിയാ. ഇനി പിന്നെ ചപ്പാത്തി പിന്നെ എന്റെയാണ്, അത് വലിയ കാര്യമാക്കണ്ട. പിന്നെ നമ്മുടെ രജനിയുടെ വക മുട്ടക്കറി കാണുമ്പോൾ തന്നെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. രജനി ഒന്ന് ഹായ് പറയോ. സോറി, മുട്ട റോസ്റ്റ് ആണ്. ഇനി ഉള്ളത് എന്താണ്? നമ്മുടെ രാജ്മാക്കര ഞാൻ പറഞ്ഞതാണല്ലോ. പിന്നെ രജനിയുടെ വക ഒരു അടിപൊളി മാസ്റ്റർ പീസ് ഉണ്ട്. എന്താ രജനി?
പനീർ ടിക്കാട്ടോ. അത് ബാക്ക്ഗ്രൗണ്ട് എന്ന് രജനി പറഞ്ഞതാ, പക്ഷെ വീഡിയോയിൽ ആരും വരില്ല. കുറച്ച് ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഫുഡും നല്ല സൂപ്പറായിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കഴിച്ചിട്ട് ബാക്കി ഞാൻ കൺക്ലൂഷൻ പിന്നെ പറയാം. നമ്മളതാ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്തൊരു ബഹളല്ലേ കിട്ടും അവിടെ. ഭയങ്കര നോയ്സ് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട് നിന്ന് വെച്ചാലും ആ നാട്ടിൽ നിന്ന് വിട്ട് ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് ഉണ്ടാവാതിരിക്കുന്നത് ഇങ്ങനത്തെ ഓരോരോ ഗെറ്റ് ടുഗദർ ഉള്ളപ്പോഴാണ്. സത്യം പറഞ്ഞാൽ ഈ ഗെറ്റ് ടുഗദർ ഇപ്പോൾ ഒരു ലക്ഷറി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു നെസസിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വിൻ്ററൊക്കെയാണ് വരണത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണതിന് എല്ലാത്തിനും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോ കമൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരാൻ താല്പര്യമില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ കമന്റ് പറയും. കിത്തു മാത്രം ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു അല്ലേ കിത്തു? ഒരു ഹൈഫൈ അതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ഫൺ ഫീൽഡ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള സിഡ്നി നെസ്റ്റിന്റെ എപ്പിസോഡ് ഇതാ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.